ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ ശ്ലോകം 60. യദതോക്യപി കൗന്ദേയ പുരുഷസ്യ വിവശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാഥീനി ഹരന്തി പ്രസഭം മനഃ. യദതഃ അപി കൗന്ദേയ പുരുഷസ്യ വിവശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാഥീനി ഹരന്തി പ്രസഭം മനഃ. യദതോക്യപി കൗന്ദേയ പുരുഷസ്യ വിവശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാഥീനി ഹരന്തി പ്രസഭം മനഃ. ഹേ കൗന്ദേയ, വിഷയവാസനകളെ നിശേഷം നശിപ്പിക്കാതിരുന്നാൽ വിഷയോന്മുഖമായി സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ആത്മസംയമനത്തിനായി പ്രയത്നിക്കുന്ന ജ്ഞാനികളുടെ മനസ്സിനെ പോലും ഇളക്കിമറിച്ച് അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ്. മഹർഷിയും വിശിഷ്ടയോഗിയുമായിരുന്ന വിശ്വാമിത്ര മഹർഷി പോലും യോഗപരിശീലനം കൊണ്ടും കർക്കശ തപശ്ചര്യ കൊണ്ടും ഇന്ദ്രിയജയത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കെ മേനകയെ കണ്ടപ്പോൾ മനസ്സിളകി. ലോകചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒട്ടേറെയുണ്ട്. ശ്ലോകം 61. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യ ഇന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കിയിട്ട് എന്നെ പരമാത്മാവായി കണ്ട് യോഗയുക്തനായി സ്ഥിതി ചെയ്യണം. അങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം ആർക്ക് വശംവദങ്ങളായിരിക്കുന്നുവോ അവൻ്റെ ബുദ്ധി ഉറച്ചതാകുന്നു. അതിനാൽ ഏകാഗ്രതയോടെ ധ്യാനനിഷ്ഠനായി ആത്മാവിൽ അടിയുറച്ചിരിക്കണം. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും സ്വാധീനത്തിലാക്കി നിർത്താൻ കഴിയുന്ന ഒരാളുടെ ബുദ്ധി മാത്രമേ സർവേശ്വരനിൽ സ്ഥിരമായി ഉറച്ചു നിൽക്കുകയുള്ളൂ. കൃഷ്ണാവബോധമില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിക്കുക സാധ്യമല്ല. മഹർഷിയായ ദുർവാസാവ് പോലും അംബരീഷ മഹാരാജാവുമായി വഴക്കിടുകയും അഹങ്കാരത്താൽ അനാവശ്യമായി കോപിക്കുകയും ചെയ്തു. ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ മഹർഷിക്ക് സാധിച്ചില്ല. എന്നാൽ രാജാവാകട്ടെ ദുർവാസാവിനെ പോലെ ശക്തനായ യോഗി അല്ലെങ്കിലും ഉത്തമനായ ഒരു ഭഗവത് ഭക്തനായിരുന്നു. അദ്ദേഹം മഹർഷിയുടെ കോപത്തെ മൗനമായി സഹിക്കുകയാണ് ചെയ്തത്. അംബരീഷ മഹാരാജാവിന് കൃഷ്ണാവബോധമുള്ളതുകൊണ്ടാണ് ഇന്ദ്രിയ സംയമനം സാധിച്ചത്. അദ്ദേഹം തൻ്റെ മനസ്സിനെ ഭഗവത് പാദങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്തത്. ഹരി ഓം.